മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. റേഡിയോ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ടൂളിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. RF പ്രോബ് എന്നാണ് ഈ ടൂളിൻ്റെ പേര്. ഈ ടൂളിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പളും ഇതിൻ്റെ ആപ്ലിക്കേഷൻസും ഇതിൻ്റെ മെഷർമെൻറ്റ്സും എല്ലാം ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് അവസാനം വരെയും കാണുക. പറ്റുമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഇനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാണ് RF പ്രോബിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാമാണിത്. ഈ സർക്യൂട്ടിൽ ഉള്ള 220 PFൻ്റെ കപ്പാസിറ്റർ DC ബ്ലോക്കിംഗ് കപ്പാസിറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു സർക്യൂട്ട് ഇത് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള DC വോൾട്ടേജ് ഉണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാനാണ് 220 PFൻ്റെ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് രണ്ട് 1N34 ജർമേനിയം ഡയോഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. റെക്ടിഫയർ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ടെസ്റ്റ് പ്രോബിലൂടെ കടന്നു വരുന്ന AC സൈൻ വേവിനെ പൾസേറ്റിംഗ് DC ആക്കാനായിട്ടാണ് 1N34 ഡയോഡുകൾ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് കാണുന്നത് ഒരു റെസിസ്റ്റർ കപ്പാസിറ്റർ ഫിൽട്ടറാണ്. റെക്ടിഫയറിൽ നിന്നും വരുന്ന പൾസേറ്റിംഗ് DCനെ സ്മൂത്ത് ചെയ്യാനാണ് ഈ ഫിൽട്ടർ ഉപയോഗിക്കുന്നത്. ഫിൽട്ടർ ചെയ്യപ്പെട്ട DC വോൾട്ടേജ് നേരെ കൊടുക്കുന്നത് ഒരു മൾട്ടിമീറ്ററിലേക്കാണ്. മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് അളക്കാൻ സാധിക്കും.
പ്രോബിൻ്റെ മേക്കിംഗ് പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ RF പ്രോബ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. മൾട്ടിമീറ്ററിൽ RF പ്രോബ് കണക്ട് ചെയ്തതിന് ശേഷം അതിലെ വോൾട്ടേജ് റേഞ്ചിൽ 10 സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു RF സിഗ്നൽ ജനറേറ്റർ എടുത്തിട്ടുണ്ട്. 6.5 മുതൽ 7.3 വരെയാണ് ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച്. ഇതിൻ്റെ ഔട്ട്പുട്ട് റേഡിയോ സിഗ്നൽ ആയതുകൊണ്ട് തന്നെ നേരിട്ട് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അളക്കുവാൻ സാധിക്കില്ല. പക്ഷേ മൾട്ടിമീറ്ററിനോടൊപ്പം ഒരു RF പ്രോബ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈസി ആയിട്ട് അളക്കുവാൻ സാധിക്കും. ആദ്യം ഈ ഓസിലേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള പവർ കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 9 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. ഇനി ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ടിലേക്ക് RF പ്രോബ് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്തപ്പോൾ ഈ മൾട്ടിമീറ്ററിലെ സൂചി ഡിഫ്ലക്റ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. മൾട്ടിമീറ്ററിൽ കാണിക്കുന്ന വോൾട്ടേജ് 1.8 വോൾട്ടാണ്. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു RF-IF ആംപ്ലിഫയർ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയ ഡയറക്റ്റ് കൺവേർഷൻ റേഡിയോയിലെ RF ആംപ്ലിഫയർ ആയിട്ടായിരുന്നു ഞാനിത് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ ഉണ്ടാക്കിയ RF പ്രോബ് ഉപയോഗിച്ചുകൊണ്ട് ഈ RF ആംപ്ലിഫയറിലെ ഗെയിൻ എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഈ RF ആംപ്ലിഫയറിലേക്ക് എത്ര വോൾട്ടേജാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ് ഞാൻ RF ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ കാണിച്ച പ്രൊസീജിയറിനെ നമുക്ക് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. RF ഇൻപുട്ട് വോൾട്ടേജ് 1.8 വോൾട്ടാണ്. ഇതിനെ Vin എന്ന് നമുക്ക് എഴുതാം. ഇപ്പോൾ ഒരു ഡയറിയിൽ ഞാനിത് എഴുതി വയ്ക്കുകയാണ്. ഇനി നമുക്ക് RF ആംപ്ലിഫയറിലേക്ക് പവർ കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. ഈ RF ആംപ്ലിഫയറിലെ BNC കണക്ടർ വഴിയാണ് ഇതിലേക്ക് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നത്. അത് നേരെ ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കാം. ഈ ബോർഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഹെഡർ പിന്ന് വഴിയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഈ ഹെഡർ പിന്നിലേക്ക് RF പ്രോബ് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഈ മൾട്ടിമീറ്ററിൽ കാണിക്കുന്നത് ഒരു വലിയ രീതിയിലുള്ള ഡിഫ്ലക്ഷനാണ്. RF ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 3.1 വോൾട്ടാണ്. ഈ V ഔട്ട് നമുക്ക് ഡയറിയിലേക്ക് എഴുതി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഗെയിൻ കാണണം. അതിനായി ഒരു ഇക്വേഷൻ ഉണ്ട്. ഗെയിൻ = V out ഡിവൈഡഡ് ബൈ Vin. അപ്പോൾ ഇവിടെ നമുക്ക് 3.1 ഡിവൈഡഡ് ബൈ 1.8 എന്ന് എഴുതാം. ഇതിൻ്റെ ആൻസർ 1.72 എന്ന് കിട്ടും. ഇതാണ് ഗെയിൻ വാല്യൂ. ഇനി ഗെയിൻ dB എന്ന വാല്യൂവിൽ കിട്ടണം എങ്കിൽ ഈ കിട്ടിയ ഗെയിനിൻ്റെ വാല്യൂയുടെ കൂടെ 10 log കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 10 log മൾട്ടിപ്ലൈഡ് ബൈ ഗെയിൻ എന്നാണ്. അപ്പോൾ 10 log ഇൻറ്റു 1.72 എന്ന് എഴുതാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 2.36 ആണ്. 2.36 dB എന്ന് നമുക്ക് എഴുതാം. ഫ്രണ്ട്സ്, ഇതാണ് RF ആംപ്ലിഫയറിൻ്റെ ഗെയിൻ. RF പ്രോബ് ഉണ്ടാക്കുന്ന ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതാണ്. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടന്റുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് out.